ഹായ്, എന്തൊക്കെ? അപ്പം ഇന്ന് നമുക്കൊരാളെ കുളിപ്പിക്കാനുണ്ട്. ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ചയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരാളെ കുളിപ്പിക്കാനുണ്ട്. ഇരിക്കണുണ്ടോ? അപ്പോൾ കുളിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വണ്ടിയൊക്കെ ഒന്ന് കഴുകണം. കുറേ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് കുറച്ച് മരുന്നൊക്കെ ഉണ്ട് കുളിക്കാം. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാം. വേണ്ട, ഇതാണ് മരുന്ന്. ഇത് ഒഴിക്കണത് ആദ്യം തുറക്കാൻ നല്ല പണിയാണ്. നമ്മതെങ്ങനെ തുറക്കുക? ഇതെന്തിനാ നിങ്ങളൊക്കെ ഇല്ലേ? ഇത് അളവൊക്കെ ഉണ്ട്. സുഖിച്ച് കിടക്കുക. ആ മതി മതി. നമ്മളിങ്ങനെ ഈ മരുന്ന് വെച്ചിട്ട് ഇങ്ങനെ കുളിപ്പിച്ച് വെള്ളമൊക്കെ കണ്ട് അമ്മീ കുളിക്കുക. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ തേപ്പിച്ച് ഇങ്ങനെ നിർത്തിയതാണ്. ഉള്ള മേത്ത് ചെറുതായിട്ട് ഇങ്ങനെ പേനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് പോകാൻ വേണ്ടിയിട്ടില്ല മരുന്നാണ് ഇപ്പോൾ ഒഴിച്ച്. ഇനി ആ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഇവിടെ നിർത്തണം. ചിരിച്ച 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 ചിരിച്ച. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷാമ്പു ഇട്ടിട്ട് നമ്മൾ തേച്ചൊടിച്ച് കുളിപ്പിക്കും. ഡിക്രസാണ് ഇനിയിപ്പോൾ ചാടുട്ടോ. ചാടാതെ തന്ത്രപ്പാടിലാണ്. ഇങ്ങനെയൊക്കെ ഈ പണ്ടാരക്കാലിൻ്റെ അടുത്തുനിന്ന് ഒഴിവായി പോവാന്നുള്ള ചിന്തയിലാണോ? ഇല്ല, മണ്ണന്നേ എല്ലാം തട്ടിത്തൂത്ത് ലൈഫ് തന്നെ കുഞ്ഞേ, എൻ്റെ ലൈഫ് തന്നെ. കാലൊക്കെ മസിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഷാമ്പു ഇട്ടിട്ട് നമ്മളെ കുളിപ്പിക്കാം. കൈകൊണ്ടൊന്ന് ആകെ മൊത്തം പരട്ടി വിടുക. കുഞ്ഞി കൈ വളരെ വളരെ, കുഞ്ഞി കുമ്പ വളരെ വളരെ. അങ്ങനെ തന്നെ. കാക്ക പിടിക്കൂട്ടോ, കാക്ക പിടിക്കൂട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞു. ഹിന്ദിയും കുളി കഴിഞ്ഞു. ഇരിക്കണണ്ട, ഇവളെങ്ങനെയാണ് ബക്കറ്റിലിട്ടൊക്കെ ഇല്ല. ബക്കറ്റിലിട്ട് വെച്ചാൽ ഇവള് പുറത്തേക്ക് ഓടില്ല. അല്ലെങ്കിൽ ഇവള് നല്ല ഓട്ടാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡ്രയർ വെച്ചിട്ട് ഉണക്കണം. അങ്ങനെ ഉണക്കും. അവൾക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ്. അമ്മേ, അടിക്കാനൊക്കെ വരും. ഓ കിട്ടി കിട്ടി കിട്ടി. അപ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇന്നലെ ചെറിയമ്മേൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൽ പോയിട്ട് നല്ല സദ്യ കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരും ഇപ്പോൾ ഉണക്കുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തിരുപ്പൂര് ആണ്ടിപ്പട്ടി സുണ്ടടി കാണി. നിങ്ങളാരെങ്കിലും പെരിന്തൽമണ്ണ നല്ല ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലേസ്, മീൻസ് നമ്മുടെ ബോഗൻ വില്ലേൻ്റെ ചോട്ടിലൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൗലാനേൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിന് സ്ട്രെയിറ്റ് പോരുക. ഒരു ചെറിയ ഊടുവഴിയില്ല, മൗലാനേൻ്റെ ഓപ്പോസിറ്റ്, മൗലാന ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ്.
അത് കൂടെ സ്ട്രെയിറ്റ് പോരുമ്പോൾ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കാഴ്ച ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ട നിങ്ങൾ, ഇതിൻ്റെ ചോട്ടിൽ നല്ല കളർഫുള്ളായ ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നല്ല ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ സ്കൂട്ടറോ ബൈക്കോ ഏതെങ്കിലുമൊക്കെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ ഇവനൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്താൽ കലക്കും. ഞാനങ്ങനെ ഇപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ ഇപ്പം എൻ്റെ എല്ലാ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ പാട്ട് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പാട്ട് ആഡ് ചെയ്തിടുമ്പോൾ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിലേക്ക് അതിട്ടാൽ എനിക്ക് കോപ്പി റൈറ്റ് അടിക്കും. എനിക്ക് 2-3 വീഡിയോ അങ്ങനെ കോപ്പി റൈറ്റ് അടിച്ചു പോകും. അപ്പോൾ പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇപ്പം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ വീഡിയോസ് ചെയ്യില്ല. ഒരു ഡെയിലി വ്ലോഗ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റത്തെ ചായക്കടിയൊക്കെ കഴിഞ്ഞ് ബിസ്മിയിലെത്തി. ഇതാ അവിടെ സാധനം വാങ്ങാൻ വേണ്ടി ചെറിയമ്മ. ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ഇറങ്ങില്ല, ഞാൻ കാറിലിരിക്കും. ഇതാണ് സുഖം. ഇതാകുമ്പോൾ കുറച്ച് നേരം AC ഒക്കെ ഇട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കേസ് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഇതിപ്പോൾ 1:1 റേഷ്യോയിലാണ് ഞാൻ എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പോർട്രേറ്റിലായാലും ലാൻഡ്സ്കേപ്പിലായാലും സെയിം ഒരു സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ എത്ര 16:2 റേഷ്യോ ആ ഒരു റേഷ്യോക്ക് ആക്കണമെന്നില്ല നിങ്ങൾ പറയണം. മീൻസ് പക്കാ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് ആക്കണമെന്ന് നിങ്ങൾ പറയണം. വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഓര് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളൊരു കേസ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ പറയാം. ബൈക്കിന് മേലെ കുറച്ച് പണിയെടുക്കണമെന്നുണ്ട്. ടോപ്പ് ബോക്സ് വരുന്നുണ്ട്. ടോപ്പ് ബോക്സ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അലുമിനിയം ടോപ്പ് ബോക്സ് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭംഗിയല്ല, എനിക്കത് ഒന്നാമത്തെ കാര്യം ഭയങ്കര പ്രൈസാണ് അലുമിനിയം ടോപ്പ് ബോക്സിന്. ഞാനെപ്പോഴും എപ്പോൾ ഞാൻ ഇങ്ങനത്തെ ആക്സസറീസിൻ്റെ ഷോപ്പിൽ പോയാലും എനിക്ക് നേരെ ഫൈബറിൻ്റെ ടോപ്പ് ബോക്സിൻ്റെ മേലേക്ക് കണ്ടു എപ്പോൾ പോയാലും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഫൈബറിൻ്റെ ടോപ്പ് ബോക്സ് ഇങ്ങനെ വെക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു നെയ്യിലൊക്കെ ഒരു പരിപാടി വരുന്നുണ്ട്. സാമ്പത്തികം ഞാൻ നോക്കട്ടെ, അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. മുടിയൊക്കെ ആകെ കേടൊന്നുമില്ല. ഇനി അതൊക്കെ തന്നെ. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം, കുറച്ച് എഴുതാനുണ്ട്, എഴുതണം. അത് ഇനി രാത്രി കടന്നുറങ്ങണം എന്തെങ്കിലും തിന്നിട്ട്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു ദിവസം പോക്ക്. ഇതിപ്പോൾ കോളേജിലുള്ള ദിവസം പറയട്ടോ, അതിന് ഞാൻ വേറൊരു ദിവസം ഫുൾ ഡേ വ്ളോഗ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ ഡേ വ്ളോഗാവും. അറൗണ്ട് ഒരു 8 to 9 minutes ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ കുറേ കട്ട് ചെയ്ത് കളയും. അതാണ് ലൈഫ്. അടിപൊളിയാണ്. വടേൻ്റെ ഷേപ്പ് കറക്റ്റ് അല്ല കേട്ടോ. ഇന്ന് രാത്രി അമ്മമ്മ വട എങ്ങനെയുണ്ട്? ആ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതി സമാധാനമായി കിടക്കണം. ഇനി നാളെ ഞായറാഴ്ചയാണ്. നാളത്തെ വ്ളോഗ് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത്രയും. അപ്പോൾ ഇനി നാളെ വ്ളോഗ് ഉണ്ടെങ്കിൽ നാളെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.